ചോറിലേക്ക് എളുപ്പത്തിൽ ഒരു മോരുകറി റെഡിയാക്കി എടുത്താലോ? തേങ്ങയൊന്നും അരക്കണ്ട കേട്ടോ ഈ ഒരു മോരുകറിക്ക് വേണ്ടിയിട്ട്. ചെറിയൊരു കുമ്പളങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. അത്യാവശ്യം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അതുപോലെ നിന്നോട്ടെ കേട്ടോ. അത് ഉടച്ചെടുക്കരുത്. പിന്നെ നമുക്കിതിലേക്കുള്ള അരപ്പ് എന്ന് പറയുന്നത് തേങ്ങയുടെ അരപ്പല്ല, തൈരാണ്. തൈര് ഒരു 1/2 കപ്പും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് 3 കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ടും 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള മോരുകറി ഇവരുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു മോരുകറി നിങ്ങൾ റെഡിയാക്കി എടുക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കിടിലൻ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്